ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ അടുത്ത കാലത്ത് ട്രെൻഡായിട്ടുള്ള ബക്കറ്റ് ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഇതും പെരുന്നാളിനോടനുബന്ധിച്ച് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോക്കും എൻ്റെ ഫാമിലിയുടെ കംപ്ലീറ്റ് സപ്പോർട്ടുണ്ട്, പ്രത്യേകിച്ച് ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാരുടെയും അനിയന്മാരുടെയൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇന്ന് 4 ബക്കറ്റ് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിലുള്ള അത്രയും വൃത്തിയിലും ഭംഗിയിലൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പൊടി പോലും കരിഞ്ഞ് പോവാണ്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ഇവിടെ ഫുൾ ചിക്കൻ എടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല. അതിൽ മസാല പിടിക്കാൻ പാകത്തിന് അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെറുതായിട്ട് കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി 1 മുഴുവൻ വേണം, ഒരു മീഡിയം സൈസ് ഉള്ളത്. വെളുത്തുള്ളി ഒരു ഫുള്ള്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 6 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 6 ടേബിൾ സ്പൂൺ, ജീരകം പൊടിച്ചത് 4 ടേബിൾ സ്പൂൺ, പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് സുർക്കയും വേണം. സുർക്ക ഒഴിച്ചിട്ടാണ് നമ്മൾ മസാലയുടെ കൂട്ട് തയ്യാറാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുകയും വേണം മസാല തയ്യാറാക്കുമ്പോൾ. ഇതൊക്കെ ചേർത്ത് നമ്മളിവിടെ ചിക്കനിൽ നന്നാക്കി പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായി തേച്ച് കൊടുക്കണം. അധികം ഇറച്ചിയൊക്കെ അധികം കനം വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ കത്തി ഉപയോഗിച്ച് നന്നാക്കി വരഞ്ഞു കൊടുക്കണം. ശേഷം അവിടെയും മസാല തേച്ച് കൊടുക്കണം. മസാല തേച്ച ശേഷം നമ്മൾ ഈ ചിക്കനെ 1 മണിക്കൂർ സമയത്തേക്കെങ്കിലും റെസ്റ്റിൽ വെക്കണം. മിനിമം 1 മണിക്കൂറാണ്. നമുക്ക് എത്രയാണോ സമയം വെക്കാൻ കഴിയുന്നത് അത്രത്തോളം മസാല അതിൽ നന്നായി പിടിച്ചു കിട്ടും. പിന്നീട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ ഒരു കോല് കുത്തി അതിൻ്റെ ചുറ്റും വായയിലിട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാൻ ഉപയോഗിച്ച് മൂടിയിട്ട് നന്നാക്കി വീട്ടിലുള്ള ചണ്ടിയൊക്കെ ഉപയോഗിച്ച് നന്നാക്കി തീ കത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ പൊതയിട്ട് വേണം കത്തിക്കാനായിട്ട്. അപ്പോൾ അധികം 15 മിനിറ്റ് സമയം വേണം ഇത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കത്തിക്കുന്നത് 15 മിനിറ്റ് സമയത്തേക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് തീ ചൂട് കയറാണ്ടിരിക്കാൻ മണ്ണ് ഉപയോഗിച്ച് നന്നാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ പൊള്ളാത്ത രൂപത്തിൽ ഒരു കൈക്കോട്ട് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ചുറ്റുമുള്ള കരിയൊക്കെ കളഞ്ഞ് നമ്മളുടെ ക്യാന് എടുത്തൊഴിവാക്കാം. ക്യാൻ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു ഇഷ്ടികയുടെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത് പെരുന്നാളിനോടനുബന്ധിച്ചാണ്. അതുകൊണ്ട് വീഡിയോ വളരെ പെട്ടെന്നാണ് പോകുന്നത്. അധിക സമയം വീഡിയോയിൽ എടുക്കുന്നില്ല. അപ്പോൾ 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. കരിഞ്ഞു പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളുടെ തന്തൂരി ചിക്കനായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. രണ്ടും വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആകെ വേണ്ടത് 15 മിനിറ്റ് സമയമാണ്. നമ്മൾ ഇതിൻ്റെ ചിക്കൻ നമ്മൾ സ്റ്റിക്കിൽ കെട്ടുമ്പോൾ ചെമ്പുകമ്പിയോ അല്ലെങ്കിൽ വായനാരോ ഉപയോഗിച്ച് കെട്ടുക. എന്നിരുന്നാൽ മാത്രമേ ചിക്കൻ നിലത്ത് വീഴാണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ചിക്കൻ അതിൽ കെട്ടിയിട്ടിട്ടുള്ള രൂപം. നമ്മൾ ഒരു ചെമ്പുകമ്പി ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ മണ്ണിൽ തട്ടാണ്ട് പരമാവധി ഉയർത്തി വേണം ഇത് കെട്ടാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ പാം ഓയിൽ കൊണ്ടുവരുന്ന ക്യാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കനെ അടച്ച് വെക്കുന്നത്. ഈ ക്യാന് നമുക്ക് ഒരു 4-5 തവണ വരെ ഇത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പലപ്പോഴും ക്യാനിന് ഹോൾസ് വരാറുണ്ട്. ക്യാൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ വാഴയിലയുടെ കൂടെ തന്നെ അലൂമിനിയം ഫോയിലും കൂടെ നിലത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ മണ്ണ് തീരെ പിടിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ മണ്ണാവാണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് 4 ചിക്കൻ, ഞാനിവിടെ 4 ചിക്കനാണ് ചെയ്തിട്ടുള്ളത്. 4 ചിക്കനും ഇതുപോലെ നമ്മളിവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് സമയം 3 ഷെഡ്യൂളുകളായിട്ടാണ് നമ്മൾ തീയിട്ടിട്ടുള്ളത്. നമ്മളുടെ വീട്ടിൽ കിട്ടിയിട്ടുള്ള വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ കുറച്ച് ഫാസ്റ്റാണ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ പരമാവധി സ്ലോ ആക്കിയിട്ട് ചെയ്യാം. കാരണം ഇത് വീഡിയോസിൻ്റെ ലെങ്ത്തും വളരെ കുറവായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.